ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഏറെ നാളത്തെ ആഗ്രഹത്തിന് ശേഷം അങ്ങനെ നമ്മൾ ഒരു സംഭവം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇത്രയും നാൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ഈ ഒരു മൈക്ക് കൊണ്ടാണ് നമ്മൾ സൗണ്ട് കൊടുത്തിരുന്നത്. മൈക്ക് വലിയ കുഴപ്പമില്ല, സൗണ്ട് ക്ലാരിറ്റിയും വലിയ കുഴപ്പമില്ല, പക്ഷേ നോയിസ് ക്യാൻസലേഷൻ അത്രയും പെർഫെക്റ്റ് അല്ല ഇത്. എന്നുവെച്ചാൽ നമ്മൾ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പുറത്ത് കോഴിയരെന്നാണെങ്കിലും കാക്കരയെന്നാണെങ്കിലും അങ്ങനെയുള്ള സൗണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് കിട്ടുന്നുണ്ട്. നമ്മുടെ സൗണ്ട് ഇച്ചിരി ഡൗൺ ആയി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ അങ്ങനെ കുറേ നാളെ ഒരു മൈക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടക്കണത്. അങ്ങനെ അവസാനം രണ്ടും കൽപ്പിച്ച് ഒരു മൈക്ക് ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ ചെറിയ സന്തോഷമാണെങ്കിലും വലിയ സന്തോഷമാണെങ്കിലും എല്ലാം നിങ്ങളോട് പങ്കുവെക്കുന്നത് നമ്മുടെ ഒരു ശീലമാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയൊരു സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ വാങ്ങിച്ചു ഹോളി ലാൻഡിൻ്റെ ഒരു മൈക്ക് എടുത്താണ്. ലാർക്ക് A1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ആണെന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഇതാണ് മൈക്ക്. കണ്ട സംഭവം ചെറിയ പാക്കറ്റാണ്, കുഞ്ഞൻ മൈക്കാണ്, പൊട്ടിച്ചിട്ടില്ല. എങ്ങനെയൊക്കെയാന്ന് നോക്കട്ടെ, പൊട്ടിക്കാം. ഹോളി ലാൻഡിൻ്റെ വേറൊരു മോഡൽ ഞങ്ങൾ നോക്കി, പക്ഷെ അത് അത്യാവശ്യം വിലയുള്ളത് കാരണം അതിലേക്ക് അങ്ങോട്ട് പോയില്ല. നമുക്ക് അതിന് മാത്രം വരുമാനം നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മൈക്ക് വാങ്ങിച്ചു. വരുമാനം കിട്ടിയിട്ട് നമുക്ക് പിന്നീട് വലിയ ഇതിലേക്ക് മാറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ആ പുറത്തത്തെ പ്ലാസ്റ്റിക് കവറ് പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ തുറക്കണേന്നൊന്ന് നോക്കട്ടെ. അതിവിടെ സീൽഡാണ്. ഇതൊന്ന് അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് എന്താണ് വി ആർ ഹിയർ ഫോർ യു എന്ന് പറഞ്ഞിട്ട് ഹോളി ലാൻഡിൻ്റെ ഒരു ചെറിയ ഇതുണ്ട്. പിന്നെ ഇതൊക്കെ യൂസർ മാനുവലാണെന്ന് തോന്നുന്നു. ഇതൊക്കെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ മൈക്ക്, കുഞ്ഞു മൈക്കാണ് കേട്ടോ. പറിച്ചേറിയെടുത്ത് കണ്ടോ, നോക്കി കൊണ്ടടക്കാനായിട്ട് വളരെ എളുപ്പമായിട്ടുള്ള ഒരു സംഭവമാണ്. കണ്ടോ നോക്കിയേ, ഞാൻ ഉപയോഗിച്ചിരുന്ന വെച്ചാൽ മൈക്ക് ഇതാർന്ന്. കണ്ട അത് തമ്മിലുള്ള വ്യത്യാസം നോക്കി. ഇത് കുറഞ്ഞതാണ്ട, പെട്ടി മാത്രമേ ഉള്ളൂ കാണാൻ ഷോ. ഇതേപോലത്തെ സെയിം ഹോളി ലാൻഡിന്റെ മൈക്ക് ഉണ്ട്, പക്ഷെ അത് അത്യാവശ്യം നല്ല വിലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബഡ്ജറ്റ് കൊണ്ട് നമുക്ക് ഒക്കാത്താറോ നമ്മളിതെടുത്ത്. അത് അത്യാവശ്യം ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ ഇത് ഉപയോഗിക്കണമായിരിക്കും നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ല ഇതാണ്, സൗണ്ട് ക്ലാരിറ്റിയും ഇതൊക്കെ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ അവർ പറയുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഞാൻ മറ്റേത് ഉപയോഗിച്ചിട്ട് ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം. ഇപ്പൊ തുറന്നിട്ട് നമുക്ക് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ കൂടെ ഇതിൽ കാണിക്കാം. മൈക്ക് അവിടെ ഇരിക്കട്ടെ. പിന്നെ ഉള്ളത് ഇതേപോലത്തെ ഒരു കിഴി ഇട്ടിട്ടുണ്ട്, കിഴി. അതായത് എന്താ പറഞ്ഞ ഒരു പൗച്ച്. നമുക്ക് ട്രാവൽ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇത് ഈ പൗച്ചിലിട്ടുണ്ട് പോവാം. ഇതിനകത്ത് എന്തൊക്കെയാന്ന് നോക്കാം. ഇതിനകത്ത് കീഴകത്ത് വെറ്റിലയും പാക്കും അടക്കേക്കാന്ന് തോന്നാം. നോക്കി അല്ല, ഇത് സാധാരണ എല്ലാ ഇതിനകത്ത് ഡ്രസ്സിനകത്തൊക്കെ ഉണ്ടാവില്ലേ, ഒരു പൂപ്പലൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ ചെറിയ സംഭവമാണ്. ഇതൊക്കെ പിള്ളേരെ വായിൽ പെടാണ്ട് സൂക്ഷിക്കുക, മാറ്റിക്കളയും. ഇതെന്താ സാധനം? ഇത് ചുണ്ണാമ്പാന്നോ, വെറ്റില അടക്ക ചുണ്ണാമ്പ്. ഞാൻ ചുമ്മാ പറയാനുണ്ട. ഇതാണ് വിൻഷീൽഡ്, പൂച്ചക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയും ഈ സാധനത്തിന്. അല്ല, അതായത് ഇങ്ങനെ ഒരു പഞ്ഞി പോലത്തെ ഇതുള്ളതുകൊണ്ടാണ് പൂച്ചക്കുട്ടി എന്ന് പറയുന്നത്. വിൻഷീൽഡ്, അതായത് നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ നേരത്ത് കാറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിൽ ഈ സാധനം വെച്ചെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞ് ഞാൻ കേട്ടത്. അപ്പൊ ഈ രണ്ട് വ്യത്യാസങ്ങൾ നമുക്ക് നോക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി മാത്രമേ കാണിക്കുന്നുള്ളൂ. വഴിയെ നമ്മൾ ചെയ്യുന്ന വീഡിയോസിനൊക്കെ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. ഇതിവിടെ മാറ്റി വെക്കാം. അടുത്തത് ഇതിനകത്ത് ഇതേപോലെ 2 ഉണ്ട് കേട്ടോ, വിൻഷീൽഡ് 2 ഉണ്ട്. പിന്നെയുള്ള സി ടൈപ്പ് ഒരു കേബിളാണ്, സി ടൈപ്പ് കേബിള്. പിന്നെ ഇതാണ് നമ്മുടെ മൈക്ക് തുറന്ന് നോക്കാം. ഇവിടെ ബാക്കിൽ സി ടൈപ്പ് ചാർജ് കുത്തുന്ന സംഭവമുണ്ട്. 200 മീറ്റർ ആണ് ഇതിന്റെ ഡിസ്റ്റൻസ് പറയുന്നത്. എന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് ഇത് കണക്ട് ചെയ്തിട്ടാണെങ്കിൽ 200 മീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് വോയിസ് കിട്ടുമെന്നുള്ളതാണ് കമ്പനി പറയുന്നത്. ഇത് തുറക്കണേ, കണ്ട സംഭവം കുഞ്ഞനാണ്. ഒരു 2 മൈക്ക്, ഒരു റിസീവർ, അങ്ങനെയാണ് സംഭവം വന്നിരിക്കുന്നത്. കണ്ട അത്യാവശ്യം നല്ല പവർഫുൾ മാഗ്നറ്റ് ആണ്.
എടുത്ത് ഫോണായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതാവും. ഇത് ബ്ലൂ ലൈറ്റിലിപ്പോൾ കത്തി കിടക്കണത് ഇതാണോ. ഓക്കെ, ഇത് ഈ ഒരു മാഗ്നറ്റ് ആണ്. അത്യാവശ്യം നല്ല പവർ ഉണ്ടോ, പെട്ടെന്നൊന്നും പോകുന്നില്ല. ഓക്കെ കണ്ടോ, ഇതൊക്കെ ഇതേപോലെ പ്രസ്സിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കണമെങ്കിൽ സെറ്റപ്പ് പെട്ടെന്ന് അറിയാമില്ല. നമുക്ക് ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ സൂപ്പർ ആയിരിക്കും. ഇപ്പൊ ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ മറ്റേ മൈക്കിലാണ് സൗണ്ട് കേൾപ്പിച്ചോണ്ടിരിക്കുന്നത്. ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമ്മുടെ മൈക്ക് ഒരെണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇത്ര ഉള്ളൂട്ടോ, കുഞ്ഞു മൈക്കാണ്. ഓക്കെ കണ്ട, കൊണ്ടുനടക്കാൻ എളുപ്പമാണ്. മാഗ്നറ്റ് അന്യായ പവർ, നല്ല പെട്ടെന്ന് വലിച്ചാൽ പോരൂല. അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട സാധനം താഴെ പോകുന്നുള്ളത്. ഇതേപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നോളും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബട്ടൺ കണ്ട വന്ന് ഈ ബ്ലൂ കത്തിയേക്കണത് മാറി ഒരു പച്ച കളർ ആകുമ്പോഴത്തേക്കും നോയ്സ് കട്ടാവും. ഞാനിത് പുറത്തു കൊണ്ടുപോയിട്ട് നോയ്സ് ക്യാൻസലേഷൻ്റെ ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ എല്ലായിടത്തും പാട്ട് വെച്ചിട്ടുണ്ട്. പാട്ട് അറിയാമല്ലോ, നമ്മുടെ യൂട്യൂബിൽ വന്നിട്ടുണ്ടെങ്കിൽ കോപ്പറേറ്റ് വരും. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാൻ. എപ്പോഴെങ്കിലും വേറെ എവിടെയെങ്കിലും വെച്ച് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. ഓക്കെ, കട്ട് ചെയ്യാനാണ് വേണ്ട. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ സംഭാഷണം നിൽക്കുന്ന സമയത്ത് അടിപൊളിയായിരിക്കും. നല്ല സൗണ്ടൊക്കെ എല്ലാം അത്യാവശ്യം നല്ല സെറ്റപ്പാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നമ്മൾ സംസാരിക്കുന്ന സംഭാഷണം ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മൈക്ക് നല്ലത് നോക്കുന്നുണ്ടെങ്കിൽ ഹോൾലാൻഡിൻ്റെ ലാർക്ക് A1 എന്നുള്ള മൈക്ക് ഉപയോഗിക്കുക. കൊള്ളാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നിങ്ങൾ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ ഒന്ന് അറിയിക്കുക. ഓക്കെ, ബൈ.